ന്യൂ വേ ഫിലിംസ് ന്യൂ വേ ഫിലിം സ്കൂളിന്റെ വെബിനാർ കോൺവെർസേഷണൽ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദീദിയാണ്, ദീദി ദാമോദരൻ. നമുക്ക് ഏറെ സുപരിചിതയായ തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകയും വളരെ വോക്കലും ആക്റ്റീവുമായിട്ടുള്ള ഫെമിനിസ്റ്റും അധ്യാപികയും ഒക്കെയായ ദീദിയാണ്. ദീദിക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ട്. ദീദി, അപ്പൊ ദീദിയുടെ കുറെ ഇന്റർവ്യൂസും പലയിടത്തും വന്നിട്ടുള്ള ദീദിയെ കുറിച്ച് വന്നിട്ടുള്ള റൈറ്റപ്സിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ച് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ദീദിയുടെ ഡോക്ടറൽ തീസിസ് ആണ് ദീദിയെ തിരക്കഥാകൃത്താക്കിയത് എന്നുള്ള രീതിയിൽ, ഫിലിം ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഷ്യസ് പൊളിറ്റിക്കൽ ഒരു ഡിസിഷനോ ഇന്റർവെൻഷനോ ആയിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക എന്നുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാമോ? അർച്ചന ഇന്റർവ്യൂവിൽ കേട്ടിട്ടുള്ളത് പോലെ കുറെ ഇന്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 71 സിനിമയോളം അച്ഛനെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മോർ ദാൻ ഹാഫ് ഞാൻ അതിന്റെ സ്ക്രൈബായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു അർത്ഥത്തിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് തന്നെയായിരുന്നു. ഒരു സിനിമ തുടങ്ങുമ്പോൾ മുതൽ അതിന്റെ ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന പോലെയാണ് അതിന്റെ ബ്ലൂ പ്രിന്റിന്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ഒരു അന്വേഷണമായിരുന്നു ശരിക്കും. എന്താണ് ഇല്ലാത്തത്? തിരക്കഥാകൃത്തുക്കൾ സ്ത്രീകളില്ലാത്തത്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്താ ഇല്ലാത്തത്? അപ്പൊ ആരൊക്കെയാണ് സിനിമയിൽ ഇല്ലാത്തത് എന്നുള്ളത് നമ്മളൊരു കൺസേൺ തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു നമുക്ക് തന്നെ ഒരു കമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ ആയിട്ടുള്ള, ഞാൻ അപ്പൊ മുതലേ എല്ലാ ഫിലിം ഫെസ്റ്റിവലുകൾക്കും പോകുന്ന ഒരാളൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പഠിച്ചേക്കാം എന്ന് വിചാരിക്കുകയും ഈ അന്വേഷണമാണ് ഫീമെയിലും ഫിലിമും തമ്മിലുള്ള എന്താണ് അവര് സ്ത്രീകൾ എവിടെയൊക്കെയാണ് സിനിമയിലുള്ളത്, ഓൺ ഓഫ് ആൻഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്നായിരുന്നു എന്റെ ടോപ്പിക് ഫുള്ളായിട്ട് അങ്ങനെയാണ്, ഫിലിം ആൻഡ് ഫീമെയിൽ ഓൺ ഓഫ് ആൻഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അപ്പോ ഉള്ള അന്വേഷണത്തിലാണ് നമുക്ക് അറിയുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ വെൽ ഡിഫൈൻഡ് ആണ് സ്ത്രീക്ക് സിനിമയിലുള്ള റോൾ എന്ന് പറയുന്നത്. അത് അനുസരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നിൽക്കണം. അത് അധികാരം കൈയാളുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റൂല. അല്ലാതെ ഇത്ര അധികം ചെറുകഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ സ്ത്രീകൾ ഇല്ലാത്തത് എന്താണ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന സ്ഥാനങ്ങളിൽ സ്ത്രീകൾ ഇല്ലാത്തത് എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നീ വെറും പെണ്ണാണ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് അന്ന് വലിയ കോൺട്രവേഴ്സി ആവുകയും അതിനെ ചൊല്ലി അത് മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മമ്മൂക്ക പറഞ്ഞതാണ്, അതെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ മാറ്റിമറിച്ച് ഞങ്ങളൊരു പ്രോ വുമൺ സിനിമ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയും, അല്ലാതെ ഞങ്ങളെ കൊണ്ട് മാറ്റി എഴുതിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം, ഒരു ചാലഞ്ച് പോലെ അത് ഏറ്റെടുക്കുകയും ഞാൻ അത് ഗുൽമോറിന്റെ സ്ക്രിപ്റ്റിന്റെ മുമ്പിൽ എഴുതിയിട്ടുമുണ്ട്. ആ നിലയ്ക്ക് അത് ശരിയാണല്ലോ എന്ന് വേറെ പലരുടെ അടുത്തും ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഫെമിനിസം പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൺസ്യൂമർ ഓഫ് മീനിങ് ആണ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ടെക്സ്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല സ്ത്രീകൾ പൊതുവെ. അപ്പൊ സ്ത്രീകൾ തന്നെ അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ അർത്ഥവും വാക്കുകളും ചിലപ്പോൾ വേണ്ടി വന്നാൽ പുതിയ കോയിനേജുകളും പുതിയ കോണ്ടെക്സ്റ്റുകളും ഒക്കെ സ്ത്രീ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റോപ്പ് ഈ കൺസംഷൻ ഉണ്ടല്ലോ, കൺസ്യൂം ചെയ്യുന്ന നിർത്തിയിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയാണ് റൈറ്റർ, ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ ആവാനുള്ള ഡിസിഷന്റെ പിന്നിൽ. അപ്പൊ ദീദി കുറെ സിനിമകൾ കാണുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഓൾറെഡി ദീദിയുടെ കുട്ടിക്കാലം തൊട്ട് ദീദിക്ക് പരിസരത്ത് സിനിമയുണ്ട്, ഒരുപക്ഷെ അച്ഛന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോ എവിടെയാണ്, അപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അതൊക്കെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ആ സ്വാധീനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ ഏതൊക്കെ തരം സിനിമകളാണ് ആ തരത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ സിനിമകളുണ്ടോ?
ഫിൽം മേക്കേഴ്സ് ഉണ്ടോ? അതായത് ഇത് രണ്ടു വിധത്തിൽ അതിനെ പറ്റി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒന്നിതൊരു പ്രിവിലേജ് ആണ്, അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. അത് പക്ഷെ ആക്സസിബിലിറ്റിയിൽ അവസാനിക്കുന്ന ഒരു പ്രിവിലേജ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ മഹാനടന്മാരുടെയും മക്കളെ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് കാണാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ഷുവർ എന്തായാലും ഉള്ള ഒരു എഷുറൻസ് ഒന്നുമല്ല. പക്ഷെ ആക്സസിബിലിറ്റി യെസ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത സ്ഥലത്ത് നമുക്കത് നമ്മുടെ വീട്ടിലെ ഗസ്റ്റോ ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിന്റെ തന്നെ എക്സ്റ്റൻഷനോ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ അവരുടേക്ക് ഉള്ള ആക്സസിബിലിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഒരു വലിയ പ്രിവിലേജ് ആണ്. പിന്നെ പറഞ്ഞ പോലെ അച്ഛന്റെ കൂടെ ഇരുന്ന് എഴുതുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ട്രെയിനിങ് തന്നെയായിരുന്നു. ഇത്ര അധികം സിനിമകൾ എഴുതാൻ പറ്റുക എനിക്കൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. പക്ഷെ എൻ്റെ ഐഡന്റിറ്റി വേറെയാണ്. ഞാൻ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഒരു സമ്മാനം വാങ്ങാൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയായിട്ടല്ല, ഞാൻ ദാമോദരൻ മാഷിന്റെ മകളായിട്ടാണ്. ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ പോകുമ്പോൾ ആ ക്രൗഡിലും എൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ഈ ദാമോദരൻ മാഷിന്റെ മകൾ എന്ന് തന്നെയാണ്. അത് നമ്മൾ പേഴ്സണൽ അച്ചീവ്മെന്റിനെ ഒരിക്കലും എക്നോളജി പോലും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഗുണം ഒരു ഭാഗത്ത് ഉണ്ടാവുമ്പോൾ തന്നെ ഇതിന്റെ ഒരു തകരാറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി അതിൻ്റെ അകത്തുണ്ട്. അതൊരു ഓവർ ഷാഡോഡാണ്. ഞാൻ എൻ്റെ പ്രത്യേകതകളെ കാണാതെ പോകുന്നത് അച്ഛൻ്റെ നിഴൽ കൊണ്ട് തന്നെയാണ്. ആ നിഴലൊക്കെ നമുക്ക് തണലാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ അതിന്റെ കൂടെ ഈ പ്രശ്നവും കൂടെ ഉണ്ട്. കാരണം അച്ഛൻ്റെ എവിടെയൊക്കെ കറക്റ്റീവ് ആവാം അച്ഛൻ്റെ സിനിമകളിൽ നിന്ന്, അച്ഛൻ്റെ അപ്രോച്ചുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ തന്നെ പോലെ ചെയ്യുമ്പോഴും നമ്മളെ ദാമോദരൻ മാഷ് മകളിൽ മാത്രമാക്കുമ്പോൾ ഞാൻ തമാശയായിട്ട് ചോദിക്കാറുണ്ട്, ദാമോദരൻ മാഷ്ക്ക് വേറെയും മക്കളുണ്ട്, എന്നാ പിന്നെ ഈ വേദികളിലേക്കൊക്കെ നിങ്ങൾ ആ മക്കളെ കൂടി എന്താണ് വിളിക്കാത്തത്? അപ്പൊ എന്താന്ന് വെച്ചാൽ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ഒരു കാരണവശാലും എക്നോളജി ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ആ മരത്തിന്റെ തണലിൽ തന്നെ നിൽക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു കാര്യവും കൂടെ എൻ്റെ അകത്തുണ്ട്. ഇഷ്ടപ്പെട്ട ഫിലിം ഏതാണെന്നാണോ, ഫിലിം മേക്കേഴ്സ് ആരാണെന്നാണോ? അങ്ങനെ ഒരു ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ദീദി കോൺസ്റ്റന്റ് ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ കുറെ വർഷങ്ങളായിട്ട്. ഒരു പക്ഷെ എഴുത്തിലോ സിനിമയിലോ അങ്ങനെ സ്വാധീനിച്ച ഫിലിം മേക്കേഴ്സോ സിനിമകളോ? എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിപരമായിട്ടും സിനിമ കണ്ടിട്ടും ഒക്കെ ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ ഋതുപർണ ഘോഷ് തന്നെയാണ്. കാരണം ഈ തരം ഈ ബൈനറിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ബ്ലൈൻഡ്ലി ഹെറ്ററോസെക്ഷൽ ആയിരിക്കും പട്രിയാർക്കലായിരിക്കും ഒക്കെ ചെയ്യുന്നതിനെ പൊളിക്കണം എന്നൊക്കെ ആഗ്രഹ ചിന്തയുമായിട്ട് നടക്കുന്ന സ്ഥലത്ത് ഒരാൾ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അത് ബ്ലർ ചെയ്ത് കളയാണ്. അപ്പൊ ആ നിലയ്ക്കും പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കുക, ലിറ്ററേച്ചറിനോടുള്ള ഒരു ലീനേജ്, അങ്ങനെയൊക്കെ പല നിലയ്ക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ഋതുപർണ ഘോഷ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഋതുപർണ ഘോഷിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. ഓരോ ഫെസ്റ്റിവലിലും ഋതുപർണ ഘോഷിന്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു പോയിന്റിൽ വെച്ചിട്ട് പിന്നെയുള്ള ഒരു റിവേഴ്സ് വാക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് ഋതുപർണ ഘോഷ് കാണിച്ചു തരുന്നുണ്ട് ചിത്രാംഗതയിൽ. അതിന്റെ അത്ര ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ അതേ കാര്യങ്ങളാണ് ക്യൂർ തിയറിയും LGBT ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഇല്ലസ്ട്രേഷൻ പോലെയാണ്. അതും വെറുതെ പുറത്തു നിന്നുള്ള കാഴ്ചയല്ല, അല്ല, അത് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറെ എലിമെന്റുകളുള്ള ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഐ വാച്ച് ദിസ് ഫിലിം വിത്ത് സച്ച് കമ്പാഷൻ. ഇപ്പൊ ദീദി പറയണ്ടായിരുന്നു ഇത് ഫിലിം സ്റ്റഡീസിന്റെ അധ്യാപികയായിട്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇപ്പൊ ഒരു കൊറോണയുടെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു കുറെ ഈ സൺഡാൻസ് പോലുള്ള വലിയ ഫെസ്റ്റിവലുകളൊക്കെ അവരുടെ മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ ഓൺലൈൻ ആക്കിയിട്ട് ഒരുപാട് പേര് അത് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷെ ഇപ്പൊ കാണുന്ന കൂട്ടത്തിൽ കുറച്ചു പേരെങ്കിലും ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ സിനിമ അങ്ങനത്തെ താല്പര്യങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്.
ഇപ്പം അക്കാഡമിഷ്യൻ ആണ്, ഫിലിം പ്രാക്ടീഷണർ ആണ്. അപ്പോ പലപ്പോഴും പല ആളുകളും വളരെ ക്ലിനിക്കലി ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അതൊരു വലിയ മറ്റൊരു സെഷനുള്ള വിഷയമാണ്. പക്ഷെ എന്താണ് ദീദിയുടെ ഒരു സമീപനം റൈറ്റിങ്ങിനോടുള്ള, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചെറിയ ഗ്ലിംസ് തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ അച്ഛനെ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ആണോ അതോ ആ ടെക്നിക്കാണോ? ടെക്നിക് ആൻഡ് ദ പ്രോസസ് ഓഫ് യുവർ റൈറ്റിംഗ്. ഓക്കെ, ഞാൻ അതിനെ ആലോചിച്ചിട്ടുള്ളത് ബോത്ത് വേസ്. കണ്ടന്റ് വൈസ് ആലോചിക്കുമ്പോൾ നമ്മൾ വി കണ്ടിന്യൂ വാട്ട് ഇസ് ഓൾറെഡി ബീൻ സെറ്റ്. നമുക്കൊരു മോൾഡ് ഉണ്ട്, ആ മോൾഡിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ഇത് ബ്രേക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാ പുതിയ കോളേജസ് ഉണ്ടാക്കേണ്ടത്. കാരണം അത്ര അധികം നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ്, ഇമേജസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയധികം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തിയറി അനുസരിച്ച് പറഞ്ഞാൽ, യു ഗോട്ട് ടു ട്രാവൽ ബാക്ക്, എന്നിട്ട് എസ്കവേറ്റ് ചെയ്യാനുണ്ട്. അവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ള എത്ര സിനിമകളിൽ എത്ര അത്തരം അംശങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് പിടിക്കേണ്ടതുണ്ട്, അതൊക്കെ റീക്ലെയിം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ WCCന്റെ ഭാഗമായിട്ട് ആ ഒരു സീരീസ് തന്നെ എന്ന് വെച്ചാൽ പുനർവായനയാണ്. യു ഗോട്ട് ടു റീറീഡ് എന്നുള്ള നിലയ്ക്കാണ് പുനർവായന എന്ന് പറഞ്ഞിട്ടാണ് സിനിമയെ പുതിയ കാഴ്ചയിൽ കൂടെ എങ്ങനെ കാണും എന്ന്, പുതിയ അർത്ഥങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്, ഇതിന്റെ പെർസ്പെക്റ്റീവ് മാറുന്നതോടുകൂടി അർത്ഥങ്ങൾ മാറുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ഒരു പുനർവായന നടത്തുമ്പോൾ ഈ പഴയ തരം കൺവെൻഷണൽ കോൺസെപ്റ്റ് ഒക്കെ ആക്ച്വലി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഉള്ള ഈ പാരാമീറ്റേഴ്സ് അല്ല, അതിന് പകരം തച്ചുടച്ച് തന്നെ കളഞ്ഞിട്ടുള്ള പുതിയ തരം നാരറ്റീവ് സ്റ്റൈലൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ഞാൻ ലാംഗ്വേജ് കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്, സാധാരണ ടെൻസിനെ നമ്മൾ ഡ്രമാറ്റിക് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസന്റ് പറയും, സിമ്പിൾ പ്രസന്റ് പറയും, ടു മേക്ക് ഇറ്റ് ഡ്രമാറ്റിക്. പാസ്റ്റ് പറയാനാണെങ്കിലും ഒക്കെ അതാണ് സ്ക്രീൻ പ്ലേന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വാട്ട് അപ്പിയേഴ്സ് ഓൺ ദി സ്ക്രീൻ, ആ വിധത്തിലാണ് അത് എഴുതേണ്ടത്. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്റെ പല കഥ എഴുതുന്ന സുഹൃത്തുക്കളൊക്കെ ഇതെന്തോ ഒരു ടെക്നിക്ക് അവർക്ക് അറിയാതെ പോകുന്നത്, എങ്ങനെ സ്ക്രീൻ പ്ലേ ആക്കുന്ന അറിഞ്ഞുകൂടാന്ന് പലരും വന്നിട്ട് പറയാറില്ല. അത് അച്ഛൻ്റെ കൂടെ കുറെ കാലം ഇരുന്നത് കൊണ്ടാവണം. സാധാരണ ഒരു മറ്റേ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ പോലും അതിന് ഈ ടെക്സ്ചർ ഉണ്ടാവും സാധാരണ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്യാന്നുള്ള പോലെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പം അതാണ് അതിന്റെ സ്റ്റൈൽ എന്നാണ് പ്രോബബ്ലി ഇൻ ഓൾഡ് സ്കൂൾ. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ അവിടെ തന്നെ വെച്ച് തിരക്കഥകൾ ഉണ്ടാവുന്നതും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള തിരക്കഥ അതിനെ പറ്റിയാണ് പറയുന്നത്. അത് എന്താണ് അപ്പിയർ ചെയ്യുന്നത്, എന്താണ് തിരശീലയിൽ കാണുന്നത് എന്ന മട്ടിൽ നമ്മൾ, അതായത് ഇപ്പോ അതിൽ പെർസ്പെക്റ്റീവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരാളുടെ സങ്കടം എന്ന് കഥയിൽ വരികയും ആ സങ്കടം എങ്ങനെ ആവിഷ്കരിക്കണം എന്നുള്ളത് സ്ക്രീൻ പ്ലേ റൈറ്ററിന് വളരെ കൃത്യബോധ്യം ഉണ്ടാവുകയും വേണം. അയാളുടെ വിരലുകളുടെ ക്ലോസപ്പ് വെച്ചിട്ടാണോ അത് തുടങ്ങേണ്ടത്, അയാൾ ടെൻഷൻ കാണിച്ചുകൊണ്ടാണോ, അതോ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ആണോ, അല്ലെങ്കിൽ തുളുമ്പാതെ നിൽക്കുന്ന കണ്ണുകളെ പറ്റി ഇപ്പം സീമചേച്ചിയൊക്കെ പറയാറുണ്ട്. ശശിയേട്ടൻ ഈ കണ്ണിന്ന് തുള്ളി താഴേക്ക് വീഴരുത് എന്ന് നിർബന്ധമായിട്ട് പറയും. സ്ട്രോങ് വിമന്റെ കരച്ചിലിന്റെ പ്രത്യേകതയായിട്ട് പറയും. അത് തുടങ്ങിയിട്ടുള്ള വളരെ ന്യൂവാൻസസ് ആണ്. പക്ഷെ അതൊക്കെ സ്ക്രീൻ പ്ലേയിൽ ഓൾ ദാറ്റ് മാറ്റേഴ്സ്. എന്ത് കാണുന്നു എന്നുള്ളതാണ്. അച്ഛനെ ചോദിച്ചതിന്റെ ഉദ്ദേശം ഇത് തന്നെ ആയിരിക്കും തോന്നുന്നു, അതോ വേറെ എന്തെങ്കിലും ആണോ പറയാൻ? അല്ല, എനിക്ക് തോന്നുന്നു വിഷ്വൽ റൈറ്റിംഗ് ആണ് എന്നുള്ളതും, പിന്നെ എനിക്ക് ദീദി പറഞ്ഞത് എനിക്കും ഇപ്പൊ ഫിൽം മേക്കേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ള നമ്മുടെ ക്യാനൺ എന്ന് പറയുന്നതിന് പ്രശ്നമാണ്. അപ്പോ ഓൾറെഡി ഫോം ചെയ്യപ്പെട്ട ലാംഗ്വേജിനെ എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യേണ്ടത്, ഈ പുതിയത് ഏതാണ് ആ ഭാഷ എന്നുള്ള അന്വേഷണമാണെന്ന് തോന്നുന്നു ഇപ്പൊ ഓരോ ഫിൽം മേക്കേഴ്സിന്റെയും ഓരോ സിനിമ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ചെയ്യുന്ന സിനിമകളിൽ. ഇപ്പൊ ദീദി പറഞ്ഞതുകൊണ്ട് WCCയെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു WCC സ്വാഭാവികമായും വരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ
കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഫോം ചെയ്യുന്നു. ഇപ്പൊ റൈറ്റ് നൗ അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ തുടക്കം തൊട്ട് അതിന് ഗ്രൗണ്ട് ഫോം ചെയ്ത ഒരാളാണ് ദീദി. അപ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ കാണുന്നതെന്നാണ് ദീദി, എങ്ങനെയാണ് അതിന്റെ ഒരു നിലവിലെ സാഹചര്യത്തെ കാണുന്നത്? അതിന് മുന്നോട്ട് പോക്ക് ഏത് രീതിയിലാണ് വിചാരിക്കുന്നത്? ദീദിയുടെ ഒരു വിഷൻ വിമൻ ഇൻ സിനിമ കളക്ടീവിനെ കുറിച്ചും പിന്നെ ഇൻ ജനറൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസസും ഒന്ന് പറയാമോ? ക്ലിയർ അല്ലേ? സ്റ്റക്ക് ആയിരുന്നു കുറച്ചു നേരം. ശരിയായോ? ഇപ്പൊ ക്ലിയർ ആണ്. എങ്ങനെയാണ് WCCനെ കാണുന്നത്? WCC അനിവാര്യമായിട്ടുള്ള ഒരു അപ്സേർജ് തന്നെയാണ്. അത്തരം പല അപ്സേർജുകളും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആ അപ്സേർജ് എങ്ങനെ നിലനിൽക്കും എന്നുള്ളത് അത് തന്നെ ഓർഗാനിക് ആയിട്ട് തന്നെ ഇവോൾവ് ചെയ്യേണ്ടതാണ്. അതിന് കൃത്യമാതൃകകൾ വരച്ചു വെച്ചിട്ട് നമ്മൾ അത് പ്രിസ്ക്രിപ്റ്റീവേ അല്ലാത്ത ഒരു അപ്സേർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊന്നും പറയാൻ അതിന്റെ ഫൗണ്ടർ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് അറിയോ അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയോ ഒന്നും ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. അത് വളരെ ഓർഗാനിക് ആയിട്ട് ഫോം ചെയ്ത് അപ്പം മാത്രം ഫോർമേഷന്റെ സമയത്ത് മാത്രം തമ്മിൽ ബന്ധപ്പെട്ട കുറെ സ്ത്രീകൾ, നേരത്തെ ബന്ധമില്ലാത്തവര്, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ഓർഗാനിക് നേച്ചർ അതാണ്. അപ്പം അതിന്റെ ഭാവി എന്ന് പറയുന്നത് അത് സ്വയമേ ഉണ്ടായി തീരേണ്ട ഭാവി തന്നെയാണ് അതിനുള്ളൂ. അതിന്റെ ഗ്രോത്ത് ഓർഗാനിക് ഗ്രോത്ത് തന്നെയാണ്. ആൻഡ് അഗൈൻ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, വിച്ച് മീൻസ് അത് സംഭവിക്കുകയും പിന്നീട് അതിനെ കുറിച്ച് ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും മാത്രം പറ്റുന്ന ഒന്നാണ്. ഒന്നാമത് ഇത്തരം മാതൃകകൾ, മുൻ മാതൃകകൾ നമുക്കില്ല. അതുകൊണ്ട് ഇതിലെ ശരിതെറ്റ് നമുക്ക് പറയാനില്ല. പിന്നെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കാണുമ്പോൾ ഇത് എത്തിയിട്ടുള്ള ഒരു തരം കാറ്റപ്പൾഡ് പോലെയാണ്, വളരെ ഉയരത്തിലേക്ക് എടുത്ത് അടിച്ചിട്ടുള്ള ഒരു അബ്സർജ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. മാറി നിന്ന് കാണുമ്പം ആൾക്കാർ പോലീസിനോടോ സർക്കാരിനോടോ ചോദിക്കാത്ത തരം കാര്യങ്ങൾ WCCയോട് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻസ് എത്രയാണ്? അതൊരു ഇത്തിരി പോന്ന ഒരു ചലനത്തിന് അത് ശരിക്കുമുള്ള ഒരു ചലനമായിരുന്നു എന്ന് അത് നമ്മൾ പറയുമല്ലോ, വേവുകൾ ഉണ്ടാവും. ആൻഡ് യു ഹാവ് സർട്ടൻ വേവ്സ്, അത് കില്ലർ വേവ്സ്. അപ്പൊ അത്തരം ഒരു കില്ലർ വേവ് പോലെ ഉണ്ടായ ഒരു അപ്സർജ്, അതിന് അനിവാര്യമായിട്ടും അതിനെ തകർക്കാനുള്ള ചാലഞ്ചസ് ഒരുപാടുണ്ട്. അകത്തു നിന്നും പുറത്തു നിന്നും ചാലഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് ആ കോസിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു 5 പേരുണ്ടായാൽ പോലും അങ്ങനെ ഒരു മൂവ്മെന്റിന് മുന്നോട്ട് പോവാം, സസ്റ്റെയിൻ ചെയ്യാം. ഞാൻ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാണുന്നത്. അത് എപ്പോഴും ഇങ്ങനെ നിതാന്തമായിട്ട് മറ്റേ മെയിൻ സ്ട്രീമിൽ നിൽക്കേണ്ടി വരുമെന്നില്ല, എഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് തന്നെ മതിയെന്ന് തോന്നുന്നു അതിന് സസ്റ്റെയിൻ ചെയ്യാൻ. അത് ഏറ്റവും കൃത്യമായ ദിശയിലാവുമ്പോൾ പിന്നെ അതിന്റെ പെർസ്പെക്റ്റീവില് ആർക്കും സംശയമില്ല. എല്ലാവരും അതിന്റെ ഉള്ളിലുള്ളവരും അതിനെ പുറത്തുനിന്ന് കാണുന്നവരും ഒക്കെ ഉണ്ടാവുന്ന ഒരു തരം ട്രാൻസ്ഫോർമേഷൻ അത് സാധ്യമാക്കുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 90 വയസ്സ് പ്രായമുള്ള മലയാള സിനിമയെ ഒരു വർക്ക് പ്ലേസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക പോലും ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനൊരു വോയിസ് ഉണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വോയിസ് ആണ്. വോയിസ് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അവരുടെ സബോൾട്ടൻ പൊസിഷനിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ്. they are being promoted as the other എന്ന് പറയുന്ന പോലെ, എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നാണ്. ഇപ്പൊ WCCയെ നമുക്ക് പരിഹസിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ ഇഗ്നോർ ചെയ്യാൻ പ്രയാസമാണ്. കാരണം ഇറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ്സ് മാർക്ക്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൾച്ചറൽ മെയിൻ സ്ട്രീമിനകത്തോട്ട് ഒരു ജെൻഡർ ഡിസ്കോഴ്സ് വരുന്നതും ഒക്കെ WCCയുടെ ഒരു ഇന്റർവെൻഷൻ എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു തമാശയാണ്. അതായത് ഇപ്പോ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ജെൻഡർ സെൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ സ്ക്രിപ്റ്റ് കൊണ്ടു തരാറുണ്ട്. അത്ര, അതായത് അറ്റ്ലീസ്റ്റ് അത് ജെന്യുവിൻ ആണെന്നല്ല, അതൊരു
അതിനകത്ത് വേറെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യരെ പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഡിസ്കഷൻ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് വലിയ അച്ചീവ്മെന്റ് ആണ് തോന്നുന്നു. അതേ ചോദ്യം തന്നെ ലൈവില് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ആൻസർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാൽ WCC മലയാളം സിനിമയിൽ എന്ത് തരം മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുക WCCക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പരാതി പറയാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി, സ്വയം അതിനെ വിളിക്കുന്നത് ഒരു ഇൻഡസ്ട്രി എന്ന് തന്നെയാണ്. അതായത് നമ്മൾക്ക് വേറെ പല സ്ഥലങ്ങളിലും, ഞാനിപ്പോ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്, അവിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ കംപ്ലൈന്റ് കേൾക്കാനുള്ള ഒരു സെല്ലുണ്ട് അവിടെ. അത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി അനുസരിച്ചിട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ പറ്റുക സിനിമ പോലെ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്നുള്ളത് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. അപ്പം WCCയുടെ 10 കൊല്ലം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് പോലും അല്ല പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചാൽ അത് ഏറ്റവും എന്താ പറയാ വളരെ കീ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന നിലയ്ക്ക് സർക്കാരിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലും പാർലമെന്റിലും ഉള്ള സ്ത്രീകൾ എത്രയാണെന്ന് നമുക്കറിയാം. വനിതാ ബില്ല് പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്ത്രീകൾ പറയുമ്പോൾ അത് ടേക്കപ്പ് ചെയ്യാൻ ഒരു സർക്കാർ തയ്യാറാവുക. പിന്നെ വുമൺ എംപവർമെന്റിനെ പറ്റിയിട്ട് സിനിമ ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് പണം കൊടുക്കേണ്ടതുണ്ടെന്ന് ബജറ്റിൽ അതിന് പ്രൊവിഷൻ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമേയാണ്. പിന്നെ അതിന് സ്പെഷ്യൽ ട്രൈബ്യൂണൽ വേണം. നമുക്ക് റെക്കമെൻഡേഷൻസ് ആരും കണ്ടിട്ടില്ല, അത് പബ്ലിക് ഡൊമൈനിൽ എത്തിയിട്ടില്ല. എന്നാലും ഹേമ കമ്മീഷൻ എന്താണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു ഹേമ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ്. കാരണം മറ്റ് ചാരിറ്റിയെ പറ്റി പറയും സിനിമ ഇൻഡസ്ട്രി, പക്ഷെ അതിന്റെ ഒരു പാതിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവർക്ക് പരാതി പറയാൻ പോലും പറ്റാത്ത, അങ്ങനെ ഒരു സെല്ല് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ അവര് മെയ്ഡ് ദെംസെൽഫ് ഹേർഡ് എന്നുള്ളതാണ്, അവർ ഓഡിബിൾ ആയി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 10 വർഷത്തിന് ഇങ്ങോട്ട് ഒരു ട്രൈബ്യൂണൽ ഉണ്ടെങ്കിൽ, സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് വലിയ ലാൻഡ്മാർക്ക് ഒന്നും ഉണ്ടാക്കാനില്ല എന്ന് തോന്നുന്നു. അത് വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ദീദി എഴുതിയിട്ടുള്ള സിനിമകൾ, സ്ക്രിപ്റ്റുകൾ, അതിനെ കുറിച്ച്, അതായത് അതെങ്ങനെയാ ഇപ്പൊ ഗുൽമോഹറും നായികയും മകളും ഇനി ജോണും പിന്നെ വയലറ്റ്സ്, സിനിമയുടെ പേര് മാറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്, വയലറ്റ്സ്. അപ്പോ ആ ഒരു ജേർണി ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോ സാഹചര്യത്തിലാണ്, ഓരോ ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഇപ്പോ റൈറ്റ് നൗ ഒരു പക്ഷെ ജോൺ കഴിയുമ്പോ അല്ലെങ്കിൽ വയലറ്റ്സിലേക്ക് കടക്കുമ്പോ എന്താണ് ആസ് എ റൈറ്റർ തോന്നുന്നത് എന്നൊന്ന് പറയാമോ? ഞാൻ അതിൽ കൂടുതൽ സിനിമ എഴുതുകയും ഈ സിനിമയൊക്കെ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് നറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, എന്നിട്ട് അത് ഷൂട്ട് വരെ എത്തുക. ഞാൻ അതിന് കൃത്യമായിട്ട് അഡ്വാൻസ് എനിക്ക് പേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ പ്രത്യേക ഘട്ടങ്ങളിൽ എത്തുമ്പം അതിലുള്ള ഈ വുമൺ എലിമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കുന്ന എലിമെന്റുകൾ അതൊന്ന് മാറ്റേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഒന്നെങ്കിൽ ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന്, ഇല്ലെങ്കിൽ അതിൽ മെയിൻ റോൾ ചെയ്യുന്ന, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ പേരിൽ എനിക്ക് ആ സിനിമകൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ സിനിമകളിൽ ഞാൻ നടത്തിയ കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ, നമ്മളുടെ ഐഡന്റിറ്റിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരം കോംപ്രമൈസുകളാണ്. നായിക എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഞാൻ ഓൺ ചെയ്യുന്ന ഒരു സിനിമ പോലും അല്ല. ഞാൻ നായികയുടെ സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യാതെയായിരുന്നു. ഗുൽമോറിന്റെ സിനിമ വന്നപ്പം എനിക്ക് ഗുൽമോറിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എനിക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇതാണ്, ഞാൻ എഴുതിയത് ഇതാണ് എന്ന് സമർപ്പിക്കാൻ. നായിക വന്നപ്പോ എനിക്ക് രണ്ടാമത് അതിന്റെ സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം രണ്ടും രണ്ടെണ്ണമായിരുന്നു. ഒന്നിന്റെ അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റപ്പെട്ട രംഗങ്ങളല്ല ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് അത് പബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുക ചെയ്തത്. അപ്പൊ എന്നും ഇങ്ങനെ സ്ക്രൂഡപ്പ് എന്ന് പറയുന്ന ഒരു വിഷമം പറഞ്ഞുകൊണ്ട് ഓരോ തവണയും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിലും നല്ലത്, ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു സിഗ്നേച്ചർ വർക്ക് തന്നെ ആയിരിക്കണം. ഇനിയും ഞാൻ ഇങ്ങനെയൊക്കെ ആക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു അതിന്റെ ഒരു അർത്ഥമില്ലായ്മയും അതിന്റെ ഒരു തോൽവിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുക തന്നെയായിരുന്നു. 3 സ്ക്രിപ്റ്റിന്റെ ആണ് ഓൾമോസ്റ്റ് അതിന്റെ അറ്റത്തെത്തുമ്പോഴാണ്
ഞാൻ ആ സിനിമ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട്, അത് അവിടെ സിനിമയിൽ പതിവുള്ളതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ അഡ്വാൻസ് അതിനകത്തും പണം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ അതിനകത്ത് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ടു, സാധ്യമാവോ ഇല്ലെന്ന് പോലും അറിയില്ല. കാരണം ഇടപെടലുകൾ ഇല്ലാത്ത ഒരു പാരലൽ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ പോസിബിൾ ആവുമെങ്കിൽ, ജോൺ ആ നിലയ്ക്ക് ജെൻഡർ സ്പെസിഫിക് എന്ന് ആ നിലയ്ക്ക് ഞാൻ ഓൺ ചെയ്യുകയില്ല. അത് ഞാൻ സത്യത്തിൽ എന്റെ പാർട്ട്ണറിന് അവനായിട്ടുള്ള ജോണിന്റെ അവസാനത്തെ 3 ദിവസം ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് പലരെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഷോൾഡർ ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ ജോണിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ വയലറ്റ്സ് അങ്ങനെയല്ല. വയലറ്റ്സ് ഔട്ട് ആൻഡ് ഔട്ട് ഞാൻ എന്റേത് എന്ന് ഓൺ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുപോലെയുള്ള കുറെ സിനിമകൾ എഴുതി വെക്കുകയും അത് ഒരിക്കലും മെറ്റീരിയലൈസ് ചെയ്യാൻ ഉള്ള തടസ്സങ്ങൾ, ഞാൻ ആ തടസ്സങ്ങൾ എങ്ങനെ നീക്കാം എന്നുള്ള സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്, കോംപ്രമൈസ് ചെയ്യാതെ. അങ്ങനെയാണ് സ്ക്രീൻ പ്ലേനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിൽ ഊറ്റം കൊള്ളാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് വിസിബിൾ ആയിരിക്കുക, ഇവിടെയൊക്കെ തന്നെ ഇവിടെ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ചില ദൗത്യങ്ങളും അതിന്റെ ഇടയിൽ കൂടെ നിറവേറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സ്ക്രീൻ പ്ലേ, ഞാൻ എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയല് മാത്രമാണ്, അല്ലാതെ അതിന്റെ പേരില് എനിക്ക് അങ്ങനെ പറയാനില്ല. ഗുൽമോഹറിൽ പിന്നെയുണ്ട്, കാരണം അത് മെയിലിന്റെ ഒരു റീഡിഫൈനിങ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ശരിക്കും പൗരുഷം ഉള്ളതോ അല്ലെങ്കിൽ ശരിക്കും കണ്ടന്റ് ഉള്ളതോ ആയ ആൾക്കാർക്ക് അവരുടെ പൗരുഷം ഇങ്ങനെ എസേർട്ട് ചെയ്യേണ്ടി വരില്ല. അത് വീണ്ടും വീണ്ടും ഒരാൾക്ക് ഉയർത്തിപ്പിടിച്ച് കാണിക്കേണ്ടി വരുന്നത് അയാളുടെ പാപ്പരത്വം കൊണ്ടാണ്. അയാളുടെ ആദ്യമേ അയാളിൽ ഉണ്ടാവുന്ന പാപ്പരത്വം കൊണ്ടാണ് അയാൾ ഈ എഗ്രസീവ് മാച്ചോ മെയിലിനെ ഇങ്ങനെ ഓവർപ്ലേ ചെയ്യുന്നത്. അത് പൊളിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അല്ലാത്ത ഒരു മെയിൽ, ദ റിയൽ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള നക്സലേറ്റ് മൂവ്മെന്റ് പോലെ ഒരു മൂവ്മെന്റിൽ മെൻ വേർ ആംഗ്രി ഫോർ റീസൺ, ബട്ട് മെൻ അവര് മീശ പിരിക്കുമായിരുന്നില്ല, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പലരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ അത്തരം മറ്റൊരു തരം പൗരുഷം എന്ന് പോർട്രേ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എസേർട്ടീവ് അല്ലാത്ത, എഗ്രസീവ് അല്ലാത്ത പൗരുഷങ്ങൾ, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ഒക്കെ തോന്നുന്ന തരം പൗരുഷങ്ങളെ പോർട്രേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഗുൽമോഹർ എഴുതിയത്. ഈ മകളിനെ കുറിച്ച് ആ കൊളാബറേഷൻ കുറച്ചുകൂടി വേറെ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. രേവതിന്റെ അച്ഛനാണ്, അച്ഛന്റെ സിനിമയിലെ രേവതി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കാൻ വരും. അച്ഛൻ അവിടെ പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ട് രേവതിനെ കാണുന്നത്, അച്ഛനും PV ഗംഗാധരൻ PV ജിയും കൂടെ പോയിട്ട് അവരെ കാണുന്നതും കാറ്റത്തെ കിളിക്കൂടിന് കാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. കാറ്റത്തെ കിളിക്കൂട് നമ്മളായിട്ട് വളരെ ഭയങ്കര പേഴ്സണലായിട്ട് വേറെ അടുപ്പമുള്ള ഒരു സിനിമയാണ്. അതിൽ 3 പെൺകുട്ടികളും ഈ അച്ഛനും ആ സിനിമയിൽ ഉണ്ടാകുന്ന ഒരുവിധം എപ്പിസോഡ്സ് മുഴുവൻ നമ്മളെ വീട്ടിനകത്തുണ്ടായ എപ്പിസോഡ്സും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ നമ്പർ, നമ്മളെ തന്നെ വീട്ടിന്റെ ഫോൺ നമ്പറും ഒക്കെയാണ്. ഭയങ്കര ബന്ധമുള്ള ഒരു സിനിമയാണ്. അത് കൂടാതെ അതിലെ അച്ഛന്റെ ജീവിതത്തിൽ അത് അറം പറ്റി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് അവസാനം അതിലൊരു ആൺകുട്ടിയെ കൂടി കൊടുക്കണം. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അതുകൊണ്ട് കൂടെ വെക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ രേവതിയായിട്ട് വേറെ തന്നെ രീതിയിലുള്ള ഒരു അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. രേവതിന്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു സിനിമയാണ് ആക്ച്വലി, അതിന്റെ വേറൊരു ഫോമാണ് വയലറ്റ്സ്. രേവതിന്റെ കൂടെ ഞാനും രേവതിയും കുറെ കാലം ഇരുന്ന് അന്ന് മഞ്ജു വാര്യർ ആക്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച കാലത്ത് നമ്മൾ പോയി പറഞ്ഞ് മഞ്ജു വാര്യറിനെ സിനിമയിൽ കൊണ്ടുവരും എന്നൊക്കെ ആഗ്രഹിച്ച് ശ്രീവിദ്യയൊക്കെ മനസ്സിൽ കണ്ടിട്ടൊക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം വേണ്ടി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ അത് വേണ്ടാന്ന് വെക്കായിരുന്നു. ദാറ്റ് ഡിഡ് ഹാപ്പൻ. അങ്ങനെയാണ് പിന്നെ രേവതി ഒരു സിനിമ മലയാളത്തിൽ ചെയ്യുന്ന രേവതി വിളിച്ചിട്ട് ഇത് നമ്മൾ തന്നെ ചെയ്യുന്നു, ഞാൻ മലയാളത്തിലൊരു സിനിമ ചെയ്യാകുമ്പോൾ ഞാൻ തന്നെ അതിന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മകളിൽ ജോയിൻ ചെയ്താണ്. അതിൻ്റെ അകത്ത് ഒരു നിർബന്ധം, അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ ക്യാരക്ടേഴ്സിന്റെ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്തു. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം.
ഇനിയത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു വയലറ്റ്സിന്റെ ഡയറക്ടർ മുക്ത ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട് മുന്നേ. ഇതായിരിക്കും ആദ്യത്തെ ഫിക്ഷൻ ഫീച്ചർ സിനിമ ദീദിയുടെ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കൊളാബറേഷൻസ്, മുക്തയുടെയും ദീദിയുടെയും കൊളാബറേഷൻ എന്നുള്ള നിലയ്ക്ക് അതെങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ഈവൻ ജോണിൽ എനിക്ക് തോന്നുന്നു മുക്ത ഈസ് ഓൾസോ ലൈക് പ്രൊഡ്യൂസർ ആണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ എസ്പെഷ്യലി അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, ദീദി സ്ക്രിപ്റ്റ് ചെയ്യുന്നു, മുക്ത ഡയറക്ട് ചെയ്യണു എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ആ ഒരു, ഹൗ ഡസ് ദാറ്റ് വർക്ക്? എങ്ങനെയാണ് ആ ഒരു സ്പേസ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ദീദി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും? ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്റേത് തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമയും കൊണ്ട് പലരെയും കൺവിൻസ് ചെയ്യണമായിരുന്നു. പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം, ഡയറക്ടറിനെ കൺവിൻസ് ചെയ്യണം. ഇവരെ മുഴുവൻ നമ്മളെ നറേഷൻ കഴിഞ്ഞ് അവർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ കാസ്റ്റ് ചെയ്യുന്നത് ആ ആൾക്കാർക്ക് പോയിട്ട് അവരെ കൺവിൻസ് ചെയ്യണം. ഈ ജേർണി അതൊരു വലിയ ജേർണിയാണ്. കുറെ കാലമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ജേർണിയാണ് ഇത്. ഇതേ സിനിമ ഒരിക്കല് മേരി റോയ് ഇതിന്റെ സ്വിച്ച് ഓൺ പോലും ചെയ്തിരുന്ന ഒരു സിനിമയാണ്. എന്നിട്ടും അതിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത് ഇവര് പറയുന്ന മാറ്റങ്ങളാണ്. ഈ സ്ക്രീൻ പ്ലേ ഈ വിധത്തിൽ മാറ്റണം, ഈ കരയാതിരിക്കുന്ന സ്ത്രീകൾ പ്രശ്നമാവും എന്നൊക്കെ പറയുകയും അത് എനിക്ക് അസ്വസ്ഥ ഉണ്ടാവുകയും വർക്കിംഗ് അത്ര സ്മൂത്ത് അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സിനിമ തന്നെ പഠിച്ചു വന്ന ഒരു മകളുണ്ടാവും, മുതിർന്ന മകളുണ്ടായിരിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ. ഒരു 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ എഴുതുന്നതും. ഞാൻ ആ സമയത്താണ് രവതിയുടെ കൂടെ ഇതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഇത്ര കാലം എടുത്തിട്ട് എനിക്ക് അതിനെ കംപ്ലീറ്റ് കണ്ടംപററി ആക്കിയിട്ട് ബാക്കി അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതേ കാര്യം തന്നെ ചെയ്യാൻ എനിക്ക് ഒരാൾ കുറവ് മതി കൺവിൻസ് ചെയ്യാൻ എന്നൊരു തോന്നൽ ഉണ്ടാവുക ചെയ്തത്. കാരണം എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു കൺവിൻസ് ചെയ്യിക്കാൻ. വേറൊരു ഡയറക്ടറിനെ തെരഞ്ഞു പോകേണ്ടതില്ലായിരുന്നു. പിന്നെ ഇതില് നാച്ചുറലി ഒന്നിച്ച് ഒരേ റൂഫിന്റെ താഴെ ആവുമ്പോൾ പല നിലയ്ക്കും നമ്മൾ ഒരേ ടെമ്പറമെന്റ് ആയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം സ്ത്രീ ആയതുകൊണ്ട് കൂടിയായിരിക്കും, മകളായതുകൊണ്ട് കൂടിയായിരിക്കും അങ്ങനെ തോന്നി. പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കൂട്ടം ആൾക്കാർ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അർച്ചന ഉൾപ്പെടെ, അർച്ചനയ്ക്ക് അറിയാവുന്നതാണ് ആ കഥകളൊക്കെ. അപ്പൊ അങ്ങനെ ഇത് അത്ര ഇഷ്ടത്തോടു കൂടി ചെയ്യാവുന്ന ഒരു വർക്ക് ആയിരിക്കണം. പക്ഷെ എല്ലാവരും പെയ്ഡ് ആയിരിക്കണം. കാരണം നമ്മൾ ബാക്കി എല്ലാവരെയും ഇതിനെപ്പറ്റി, റെമ്യൂണറേഷനെ പറ്റി, ട്രാൻസ്പെറൻസിയെ പറ്റി, ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഈ കോൺട്രാക്റ്റുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ധാരണ കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ഇപ്പൊ ജോൺ ചെയ്യുമ്പോൾ നമുക്ക് ആ കൺസേൺ ഇല്ല. കാരണം ജോണിനോട് കൊടുക്കുന്ന ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിന് പകരം നമ്മൾ ഒരു നോമിനൽ പണം കൊടുത്തുകൊണ്ട് എല്ലാവരുടെ സർവീസ് ആണ് എല്ലാവരും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ അതുപോലെ പക്ഷെ വീണ്ടും ആവർത്തിക്കുന്നതിന് നമുക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരിക്കണം. അത് ഒറ്റ പ്രൊഡ്യൂസർ ആവണമെന്ന് പോലുമില്ല. സെറ്റ് ഓഫ് വിമൻ, പണം തരാൻ തയ്യാറുള്ള കുറച്ച് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെയും കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് പലതരം പ്രതിരോധങ്ങളും പലതരം സമരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിലെ ഒരു സ്ട്രഗിൾ ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. പക്ഷെ മുന്നോട്ട് നോക്കാൻ എനിക്ക് വയലറ്റ്സ് ഉണ്ട് എന്നുള്ളത് കുറച്ചൊന്നും അല്ല ആവേശം തരുന്നത്. കാരണം ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന, ഇപ്പം ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഇവര് AR റഹ്മാന്റെ സിസ്റ്റർ എഴുതിയ പാട്ട് എന്ന് പറയുന്നത് അവർക്ക് തന്നെ തോന്നിയിട്ട് എഴുതുന്നതാണ്. നമ്മള് കംപ്ലീറ്റ് സ്റ്റോറി അല്ല അവരോട് പറയുന്നത്. അവരോട് ഈ ഐഡിയ ആണ് പറയുന്നത്. കോൺസെപ്റ്റ് പറയുമ്പോൾ ഓരോ സ്ത്രീക്കും നമ്മൾ ഉടനെ ഇഗ്നേറ്റഡ് ആവുന്നു എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. അവരുടെ പാട്ടും കമ്പോസ് ചെയ്തതും ലിറിക്സ് എഴുതിയതും അവര് തന്നെയാണ്, ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ പ്രത്യാശയും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ദീദി ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭാരവാഹി കൂടിയാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന ഔദ്യോഗിക പൊസിഷൻസിൽ ആയിക്കൊണ്ട്
ഏതൊക്കെ തരത്തിലായിരിക്കും ഒരു പക്ഷെ ഇപ്പം ഒരു പൈനിയർ ആയിരിക്കും ഒരു പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സ്പേസസിൽ വരുന്ന സ്ത്രീകൾ, കേരളത്തിലെ ഒരു കൾച്ചറൽ സ്പേസിൽ വരുന്ന സ്ത്രീകളിൽ പൈനിയർ ആയിട്ടുള്ള വളരെ കുറച്ചു പേരിൽ ഒരാളായിരിക്കും ദീദി. അപ്പോ അങ്ങനെ എന്താ ഏത് തരത്തിലൊക്കെയാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ സ്ട്രക്ചർ ആക്ച്വൽ സിസ്റ്റം ആണല്ലോ, ഒരു ഗവൺമെന്റുമായിട്ടുള്ള ഇടപെടലാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഏതൊക്കെ തരത്തിൽ ഇന്റർവീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കണേ? ആ ഒരു മൊത്തം ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഒരു സർക്കാർ ജീവനക്കാരിയാണ്. ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതൊരു സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ എനിക്ക് ഇത് അന്യം ഒന്നുമല്ല. ഈ സർക്കാർ ഗവൺമെന്റ് പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ അതിൻ്റെ അകത്ത് എപ്പോഴും വിചാരിക്കാറുള്ളത് ഈ റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ അത് പുറത്തു നിൽക്കുന്ന ഒന്നല്ല, അത് അകത്ത് തന്നെ ഓരോരുത്തരും സ്വയം കരുതുകയും അങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് പോലും അതിന്റെ ഒരു ഉപാധി മാത്രമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചറുമാണ് ഞാൻ. വാല്യൂ സെൻട്രിക് തന്നെ ആയിരിക്കണം എല്ലാതരം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എല്ലാതരം പ്രവൃത്തികളും എന്ന് വിചാരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ആ തെറ്റിനെ തെറ്റായിട്ട് തന്നെ നമ്മൾ പറയാറുള്ള കോൾ സ്പെയ്ഡ് സ്പെയ്ഡ് എന്ന് തന്നെ പറയാറുള്ള ആളാണ്. എനിക്ക് ഈ പറഞ്ഞ ഒരു സർക്കാർ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പണിയെടുക്കുമ്പോഴും ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ എനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അൺപ്ലസന്റ് ആയിരിക്കും, ആൾക്കാർ എന്നെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പറയാനുള്ളത് എല്ലാ കാലത്തും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. എനിക്ക് തോന്നുന്നു ദീദി ടീച്ചർ എന്നുള്ള നിലയ്ക്കും അപ്പം ബീങ് എ ഫെമിനിസ്റ്റ്, അധ്യാപികയായിട്ടിരിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ട് ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ HOD ആയിട്ടിരിക്കുന്നു. ഇപ്പം അത് ഈ പറയുന്ന പവർ പൊസിഷൻസിലൊക്കെ ഇരുന്നുകൊണ്ട് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമോ? ആസ് എ ടീച്ചർ ആൻഡ് മേ ബി ആസ് എ HOD ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും സ്റ്റുഡൻസ് ആയിട്ട്. സോ വേറെ തരത്തിലൊരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഉള്ള ഒരു സ്പേസും കൂടിയാണല്ലോ അധ്യാപനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ഡോളർ ക്ലെയിംസ് ആണ്. അർച്ചന നേരത്തെ പറഞ്ഞ പൈനിയർ ഇതൊക്കെ ഭയങ്കര ഡോളർ ക്ലെയിംസ് ആണ്. പക്ഷെ ഈ ഫെസ്റ്റിവലുകൾ, അതെ, ഏതെങ്കിലും കേരളത്തിലെ സ്ത്രീകൾ ആരെങ്കിലും IFFIയോ KO എത്ര നമ്പർ കണ്ടിട്ടുണ്ടാവും ചോദിച്ചാൽ ഐ കൻ ബെറ്റ് ഉണ്ടോ ഒരു സ്ത്രീയും നമ്മൾ പോയ കാലം മുതൽ വന്നിട്ടില്ല. 26 27 IFFI കവർ ചെയ്ത സ്ത്രീകളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഈ HOD പ്രിൻസിപ്പൽ മറ്റത് അങ്ങനെ ഒക്കെ പറയുമ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ തോന്നുന്നുണ്ട്. സൗണ്ട്സ് എ ബിറ്റ് റിഡിക്കുലസ്. ബട്ട് അതിന്റെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുക, മാർക്സിസവും ഫെമിനിസവും ഒക്കെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, അതൊരു വലിയ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛന്റെ ഒരു നിർബന്ധമായിരുന്നു ഞാൻ ടീച്ചർ ആയിരിക്കണം എന്നുള്ളത്. എനിക്ക് ജേർണലിസ്റ്റ് ആവാൻ എന്നായിരുന്നു വിചാരിച്ചത്. ഒരു കാലത്തും പ്രായമാവാത്ത ഒരു പ്രൊഫഷനാണ്. റിട്ടയർമെന്റ് വരെ ആ ബാച്ച് കുട്ടികളുടെ പ്രായമായിരിക്കും നിനക്ക് എന്ന് അച്ഛൻ നിർബന്ധപൂർവ്വം പറയും. ഇഷ്ടമില്ലാതെ ചൂസ് ചെയ്തൊരു പ്രൊഫഷൻ ആയിരുന്നു ടീച്ചിങ്. പക്ഷെ ഇപ്പൊ ഞാൻ അത് റിയലൈസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അത് ശരിയായിരുന്നു. കാരണം ഞാൻ അവസാനം വരെയും ഈ ടീച്ചർ ആയതിനെ പറ്റി അച്ഛനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രായമാകുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്റെ പ്രായക്കാരെക്കാളും ഞാൻ ഇപ്പോഴും യങ് ആണ്. ഓരോ കോളേജ് ഡേയും ഓരോ ഫൈൻ ആർട്സ് ഡേയും ഞാൻ എന്റെ ആ പ്രായത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോളേജിലെ ഏറ്റവും അവസാനത്തെ ബാച്ചിലെ കുട്ടിക്കൊപ്പം എനിക്ക് മാനസികമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കറന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് മുഴുവൻ കുട്ടികളോട് ക്ലാസ് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്. എതിർപ്പുകളൊക്കെ ഉണ്ടാവും എന്തിന്റെ മേലെയാണെങ്കിലും. പ്രത്യേകിച്ച് പല ആൺകുട്ടികൾക്കും ഫെമിനിസം ക്ലാസ്സുകളിൽ അതിഭീകരമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടാവും. അവര് പേഴ്സണൽ ആയിട്ടൊക്കെ അത് എടുക്കാറുണ്ട്. അതൊക്കെ എനിക്ക് വലിയ സന്തോഷം തരാറുണ്ട്. കാരണം എന്നെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഒഫൻഡ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവും. അത് അവരുടെ ഉള്ളിലുള്ള മെയിലിനെയാണ് ഞാൻ ഒഫൻഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവും. അത്തരം ദേഷ്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ദേഷ്യങ്ങൾ ഒഴിച്ചാൽ എനിക്ക് കുട്ടികളായിട്ടുള്ള
വൈബ് എന്ന് പറയുന്നത് എനിക്ക് അറിയാം. അത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്റെ സ്ട്രെങ്ത്തും എന്റെ വീക്ക്നെസ്സുമാണ്. അപ്പം ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത് ഞാൻ റിലിംഗ്വിഷ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദം കോൾ മീ ബൈ മൈ നെയിം, മിസ്സേ മാഡം എന്നൊക്കെയുള്ള വിളികൾ വളരെ കുറവാണ്. അല്ലെങ്കിലും നമ്മളെല്ലാവരും ടീച്ചർ പോയി കഴിഞ്ഞാൽ അവരെ പല വിളിയും വിളിക്കാറുണ്ട്. പക്ഷെ കണ്ണിൽ നോക്കി പേര് വിളിച്ചുകൊണ്ട് ഞാൻ ഒരു ഹൈറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടും ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കാറില്ല. എല്ലാ കുട്ടികളും ഇരിക്കുന്ന പോലെ വട്ടത്തിൽ ചേർത്ത് ഇരുന്നിട്ടാണ് ഇതുവരെ ക്ലാസ് എടുക്കാറില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അങ്ങനെ അല്ലാത്ത പൊസിഷൻ എടുക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്നൊക്കെ വെറുതെ പഠിപ്പിച്ച പോലെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കഴിയുന്നതും. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പവറൊക്കെ നമ്മളെ മേലെ എങ്ങനെയൊക്കെ ഷെഡ് ചെയ്യാൻ നോക്കിയാലും ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പല നിലയ്ക്കും നമ്മൾ സ്വയം പൊസിഷനിങ് ഒക്കെ പ്രശ്നമാണ്. പക്ഷെ കഴിയുന്നതും അത് ഷെഡ് ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ അത് വളരെ ഗാഢമായിട്ടുള്ള ബന്ധമാണ്. അവർ എവറിഡേ കാര്യങ്ങൾ ഇന്നുവരെ കുട്ടികൾ എൻ്റെ അടുത്ത് പറയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ലൈഫിലെ ക്രൈസിസ് എനിക്ക് നന്നായിട്ട് അറിയാം. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ആദ്യം ഡയൽ ചെയ്ത് പോകുന്നത് എൻ്റെ നമ്പറിലേക്കാണ് എന്നുള്ളത് ഞാനൊരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഐ എം സോ പ്രൗഡ്. ഏറ്റവും വലിയ ക്രൈസിസ് ഒരു പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഒരു പ്രണയം, ആദ്യമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ എന്തൊക്കെ ചെയ്യുമ്പോഴും അവര് എന്നെ വിളിക്കാറുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ 5th സെപ്റ്റംബർ എന്ന് പറയുന്നത് എനിക്ക് ഗദ്ഗത ഉണ്ടാകും പറയുന്നത്. കാരണം അത്ര അധികം പാസ്സായിപ്പോയ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞു, ഞാൻ ഇല്ലാത്ത പല ഗ്രൂപ്പുകളിലെയും DP എന്റെ ഫോട്ടോ ആയിരുന്നു എന്ന് അറിഞ്ഞു. ഇതൊക്കെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് വല്ലാതെ എന്താ പറയാ ഹാപ്പി ആക്കുന്ന കാര്യമാണ്. ജീവിതം സാർത്ഥകമായി എന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. ഞാൻ അറിയ പോലും അറിയാത്ത ഗ്രൂപ്പുകളിലെയും അല്ലെ കുട്ടികൾ പേഴ്സണലും ഒക്കെ അവരുടെ DP എന്റെ ഫോട്ടോ ആയിരുന്നു എന്ന് അറിയുന്നത്. അത് ഇത്ര കൊല്ലം മുമ്പ് പഠിപ്പിച്ച കുട്ടികൾ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. ദീദിയുടെ പുസ്തകങ്ങളെ കുറിച്ച് ഇപ്പം സീമ ചേച്ചിയെ പറ്റി, അടൂർ പങ്കജം, അതുപോലെ ഷീല, അങ്ങനെ കൽപ്പന, ഇവരെയൊക്കെ കുറിച്ച് ലൈഫ് റൈറ്റിംഗ്സ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല മൊത്തത്തിൽ ഇങ്ങനെ അതിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോ പ്രത്യേകിച്ചും മലയാള സിനിമയിലെ സ്ത്രീകളെ കുറിച്ചും അതിന്റെ ഒരു ഒരു ചരിത്രവും ഒക്കെ ആ തരത്തില് വളരെ കുറച്ച് പുസ്തകങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു ഈ സ്ത്രീകളെ പ്രത്യേകിച്ചും സിനിമയിലെ സ്ത്രീകളുടെ ലൈഫ് റൈറ്റിംഗ്സ് അതിലേക്ക് പോണം എന്ന് തോന്നാനുള്ളൊരു തോന്നാനുള്ള കാരണം ആ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? ജീവിതം ഇങ്ങനെ ഈ ജലരേഖകളായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിന് വളമായി പോകുന്ന സ്ത്രീകളാണ് പൊതുവെ എല്ലാ സ്ഥലത്തും എന്നുള്ള പോലെ സിനിമയിലും ഉള്ളത്. അല്ലാത്ത ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഹീറോയിക് ആയിട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് നേരിട്ട് അറിയാം. പിന്നെ അങ്ങനെ അല്ലാതെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും അവർ റിഡ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഹെൽപ്ലെസ് ആയിട്ട് മലയാളം അറിയുന്ന നടികളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കാതെ അവരെ വോയിസ് കൺവെൻഷണൽ എന്ന് വെച്ചാൽ വിധേയത്വമുള്ള വോയിസ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഡബ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിലും സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് ഡബ് ചെയ്യാമെന്നാണ്, അവർക്ക് ഡബ്ഡ് വോയിസ് മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവര് അട്രൻസസ് ഒന്നും അത്ര പ്രസക്തമല്ല. അതേ സമയത്ത് നമുക്ക് ഏതെങ്കിലും നടന്മാരുടെ ശബ്ദം വേറെ ആരെങ്കിലും കൊടുത്താൽ അത് അസ്വസ്ഥ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇത്തരം ന്യൂവാൻസസിന് പോലും അർത്ഥം ഉണ്ടാവുന്ന മെയിൽ അട്ടറൻസസിന് എതിരെ ഒരു വിധം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.
ഭയങ്കര മഴ ആയതുകൊണ്ടായിരിക്കും. അപ്പോ സ്ത്രീന്റെ വോയിസ് എന്ന് പറയുന്നത് അത്ര അതുപോലും അത്ര പ്രസക്തമല്ല എന്ന് പറയുമ്പോഴാണ്. പിന്നെ ആത്മകഥ എന്ന് പറയുന്നത് പൊതുവെ ആർക്കും സാധ്യമല്ല. എല്ലാവരും പോസ് ചെയ്തിട്ടുള്ള സെൽഫ് പ്രൊജക്ഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ സ്ത്രീകൾക്ക് അത് 4 ഇരട്ടിയാണ്. അവർക്ക് പോസ് ചെയ്യേണ്ടത് ആൾക്കാരുടെ ഇംഗിതത്തിനൊത്ത ഒരു പേഴ്സണെ ആയിട്ടല്ലേ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. ഈ ഇവർക്ക് പ്രത്യേകിച്ചും ആക്ട്രസസ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെയുള്ളവരുടെ അങ്ങനെ അല്ലാത്ത വശങ്ങൾ നമുക്കറിയാം. അതിൽ കുറച്ചെങ്കിലും അതിൽ ഒളിച്ചു വെച്ച രഹസ്യങ്ങൾ വിതിൻ ദ ലൈൻസ് എങ്കിലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെയുള്ള അന്വേഷണങ്ങളായിരുന്നു. പലരുടെ അടുത്തും എനിക്ക് ഒരു പേഴ്സണൽ ഇക്വേഷൻ ദീദി എന്തോ ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരുന്നു. എനിക്ക് അർച്ചനെ ഇടയ്ക്ക് കാണാൻ കഴിയും. ഇപ്പൊ വീണ്ടും നമ്മൾ സമയം കഴിഞ്ഞു. ഇല്ല, ഇനി സമയമുണ്ട്. ഒരു ചോദ്യത്തിനും കൂടിയുള്ള സമയമുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, അർച്ചന എന്താണ് നമ്മൾ എന്താ പറഞ്ഞു? നമ്മൾ ഈ പുസ്തകങ്ങളെ കുറിച്ചും ലൈഫ് റൈറ്റിംഗ്സിനെ കുറിച്ചും. അതെ. അപ്പൊ ഇവർക്ക് പറയാനുള്ളത് എന്താന്നൊക്കെ ഉള്ളത് ഭയങ്കര റെലവെന്റ് ആയിട്ട് തോന്നിയിരുന്നു. സീമ ചേച്ചിയായിട്ട് പ്രത്യേകിച്ചും. സീമ ചേച്ചി മുഴുവൻ ഒരു കൺഫൈഡ് ചെയ്യുന്ന പോലെ ആയിരുന്നു. സീമ ചേച്ചി മുഴുവൻ പറയുകയും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി അതിന്ന് ചൂസ് ചെയ്തോളാൻ പറയുകയാണ് ചെയ്തത്. അതായത് ആരോടെങ്കിലും അത് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ട് ഉള്ള തുറന്നു പറച്ചിലുകൾ പോലെയായിരുന്നു. അതിൻ്റെ അകത്തുള്ള വളരെ സിലക്റ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് വാസ്തവത്തിൽ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സീമ ചേച്ചിയായിട്ടുള്ള സംസാരവും ഷീലയായിട്ടുള്ള സംസാരവും. ഷീല എന്ന് പറയുന്ന ഷീലമ്മ ഈ JC ഡാനിയൽ അവാർഡ് വാങ്ങാനാണ് വന്നിട്ടുള്ളത്. അപ്പോ ഒരു സ്ത്രീയുടെ പേരിൽ പോലും അല്ല നമുക്ക് ഒരു സ്ത്രീക്ക് അവാർഡ് കൊടുക്കുന്നത്. ഇപ്പം PK റോസിന്റെ പേരിലല്ല അവാർഡ്. നമുക്ക് മറ്റേ രാഷ്ട്ര മാതാവ് ഇല്ലാത്തതുപോലെ തന്നെ സിനിമയ്ക്കും അമ്മയില്ല, നമുക്ക് പിതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിതാവിന്റെ പേരിലുള്ള സമ്മാനം വാങ്ങാനാണ് ഷീലമ്മ വരുന്നത്. പക്ഷെ ഭയങ്കര അഡമന്റ് ആയിട്ട് എനിക്ക് ഒരു തരം ദുരനുഭവങ്ങളും സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ പൊസിഷൻ ഉണ്ടല്ലോ, അതിലൊരു തോൽപ്പിക്കലുണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങനെ അല്ലാത്ത ഒരാളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ത്രീകളുടെ ഒക്കെ ജീവിതം അടുത്ത് നിന്ന് നോക്കാൻ പറ്റിയത് അത് ഈ ചെയ്ത 4 പുസ്തകങ്ങളും ആ അർത്ഥത്തിൽ വലിയ റിസർച്ച് ഒന്നും നടത്തിയിട്ടല്ല ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്ത് കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിക്കാം, അത് പ്രോപ്പർ റിസർച്ച് നടത്തിയിട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിന് എന്തൊക്കെ അവർ തുറന്നു പറയാൻ തയ്യാറാവുമെന്ന് നോക്കിയിട്ട് തന്നെ ഇറങ്ങാൻ പോകുന്ന ഒരു പുസ്തകവും കൂടെയുണ്ട്. സ്ത്രീകളുടെ ജീവിതം പ്രസക്തമാണ്, അടയാളപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നലിനാണ് ഈ 4 സ്ത്രീകളുടെ ജീവിതവും പുസ്തകമാക്കിയത്. അവസാനത്തെ ചോദ്യം ഇന്നത്തെ ലൈവിലെ, ഇപ്പൊ വയലറ്റ്സ് ആണോ ദീദിയുടെ അടുത്ത സിനിമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വേറെ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളത്? വയലറ്റ്സ് ഞാൻ ഏറ്റവും ആദ്യം കൺസീവ് ചെയ്ത സ്ക്രിപ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിനോടുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. അത് നാച്ചുറലി നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ടുള്ളതിനോടുള്ള പ്രത്യേക താല്പര്യം ഇതിനോടുണ്ട്. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു ഹൊറർ ഫിലിമാണ്. ഞാൻ അതെപ്പോ ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് നോക്കുന്നത്. അത് ചെയ്തിട്ട് മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ. അത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച ഒരു ഹൊറർ ഫിലിമാണ്. അത്
മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൺ സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം എന്നും കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒന്നും നടക്കും തോന്നുന്നില്ല. പക്ഷെ ആ ഹൊറർ ഫിലിം എനിക്ക് തിരശ്ശീലയിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെ ഇല്ലാണ്ട് പോയാലും ചിലപ്പോൾ മരിക്കുമ്പോ കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് വരും. കണ്ണു അത് തുറന്നിട്ടുണ്ട്. ആ ഹൊറർ സിനിമ എനിക്ക് എന്തായാലും വന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് വയലറ്റ്സ് വിത്ത് ഓൾ കമ്പാഷൻ. കാരണം അത് ആദ്യത്തേതായതുകൊണ്ടും അത് പറയുന്ന രാഷ്ട്രീയവും ഞാനുമായിട്ട് അത്രയും ഒന്നിച്ചു പോകുന്നത് കൊണ്ടും ഒക്കെ യെസ്. പക്ഷെ എനിക്ക് ചെയ്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഹൊറർ ഫിലിമാണ്. അപ്പോ പലതരം ജാനേഴ്സിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അല്ല, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഫേവറേറ്റ് ജോണർ എന്ന് പറയുന്നത് ഹൊറർ തന്നെയാണ്. ഒരു സ്ത്രീക്ക് ഇത്ര ഭംഗിയായിട്ട് ആത്മാവിഷ്കാരം നടത്താൻ പറ്റുന്നത്, ഉറക്കെ ചിരിക്കാൻ പറ്റുന്നത്, പാട്ട് പാടി തെരുവിൽ കൂടെ രാത്രി നടക്കാൻ പറ്റുന്നത്, എനിക്ക് ഹൊററിൽ സ്ത്രീകളെ കൊണ്ട് പ്രേതം ചെയ്യിപ്പിക്കുന്നതിൽ പരം എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമില്ല. എനിക്ക് ജോണറാണ്. യക്ഷിയാവുമ്പോ എല്ലാം ഓക്കെയാണ് അല്ലേ? ആ, യക്ഷി വിത്ത് ഡിഫറൻസ് ആണ്. ഇല്ലോജിക്കൽ ആയിട്ട് യക്ഷി ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പ്രേതമാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അതപ്പോ ഒരു സെൽഫ് എക്സ്പ്രഷൻ ആയിട്ട് വേണം നമ്മൾ ആ സിനിമ എടുക്കാൻ. എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്താലും നമ്മളെ സെൽഫ് അതിനകത്ത് ഉണ്ടായി പോകുമല്ലോ. അപ്പൊ ദീദി, നമ്മള് തൽക്കാലത്തേക്ക് വർത്താനം അവസാനിപ്പിക്കുകയാണ്. ഓ, സന്തോഷം. അർച്ചന എന്നോട് വർത്തമാനം പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു. കാരണം ഇതില് ഒരേപോലെ കൈപിടിച്ച് നടന്നു പോയ ഒരു യാത്ര പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഐ എൻജോയ് ദി സെഷൻ. നാട്ടുകാർക്ക് അറിയില്ല അർച്ചന, പക്ഷെ ലെറ്റ്സ് സീ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഷെയർ ചെയ്യും പേജില്. അപ്പം ഇങ്ങനെയുള്ള അത്യാവശ്യം പറ്റി പറയാതിരിക്കാനും പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം പലതരം ഇപ്പൊ സ്ത്രീകളുടെ പ്രതിരോധങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് ഈ മിനിമൽ സിനിമയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സിനിമയോ ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ കൺവെൻഷൻസ് ബ്രേക്ക് ചെയ്യുന്നതിൽ വലിയ റോള് വഹിച്ചിട്ടുള്ള, എല്ലാരും ന്യൂ എന്ന് യഥാർത്ഥ അർത്ഥത്തോടെ കാണുന്നതൊക്കെ ആയിട്ടുള്ള സംരംഭങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ അർച്ചന ഇതിനകത്ത് വരണം എന്ന് പറയുന്നത്. ഓക്കെ ദീദി, താങ്ക് യു. ന്യൂ വേവ് ഫിലിം സ്കൂളിന്റെ പേരിലും എനിക്ക് പേഴ്സണലി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഔദ്യോഗികമായി ദീദിയോട് സംസാരിക്കാൻ. എന്നാലും സന്തോഷം. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ബുദ്ധിപരമായി അത് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ശരി ശരി, താങ്ക് യു. എല്ലാരും കണ്ട എല്ലാവർക്കും നന്ദി. എനിക്ക് തോന്നുന്നു പിന്നീട് ഈ വർത്താനം മറ്റേതെങ്കിലും സ്പേസസിൽ പ്ലാറ്റ്ഫോംസിൽ തുടരാമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.